ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന നസ്ലിൻ ചിത്രത്തിൻ്റെ ഈ കാണുന്ന ഒരു പുതിയ പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രസകരമായ ഒരു പോസ്റ്ററാണ്. നമ്മുടെ ഫഹദിൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മെയ് അഴകൻ അങ്ങനത്തെ ചിത്രത്തിൻ്റെ ഡയറക്ടറായ പ്രേം കുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫഹദിനെ ഒരു വ്യത്യസ്ത ഒരു ലുക്ക് നമ്മുടെ ലുക്കിലൊക്കെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറുപ്പ് എന്ന സൂര്യ ചിത്രം സൂര്യയുടെ ഒരു കംബാക്ക് ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഗംഭീര ഒരു ഗോഡ് മോഡ് വിളയാട്ടമാണെന്നാണ് റിവ്യൂസൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം. ലീവ് റെഫറൻസ് എല്ലാവരും ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. റാം ചരൺ നായകനാവുന്ന പെഡ്ഡി എന്ന ചിത്രം ഈ വരുന്ന ജൂൺ 4 റിലീസ് ചെയ്യുകയാണല്ലോ. സിനിമയുടെ ട്രെയിലർ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്, സെൻസർ ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റ് 4 സെക്കൻഡാണ് സിനിമയുടെ ഈ ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഈ വരുന്ന 18 സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഡ്രാഗൺ എന്ന സിനിമയുടെ ഒരു ഗ്ലിംസ് ഈ വരുന്ന 20 റിലീസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 4 മിനിറ്റ് 35 സെക്കൻഡാണ് ഈ ഗ്ലിംസിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ എന്തായാലും ഡ്രാഗൺ എന്ന സിനിമയുടെ ആ ഒരു വേൾഡിലേക്കുള്ള ഒരു ഗ്ലിംസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ NTRൻ്റെ ബർത്ത്ഡേയുടെ 20 അന്നാണ് റിലീസ് ചെയ്യുന്നത്. ഇനി ഒരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ സന്തോഷ് ട്രോഫി എന്ന വിപിൻ ദാസ് ചിത്രത്തിലേക്ക് നമ്മുടെ പൃഥ്വിരാജാണല്ലോ പരിഗണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മാറ്റിയിട്ടായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല. നമ്മുടെ ജോമോനാണ് നായകൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പൃഥ്വിരാജിനെ അത്യാവശ്യം കുറേ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നാണ് കേട്ടത്. സോ പൃഥ്വിരാജിനെ മാറ്റാൻ എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ തിരക്കുകളാണ് പറയുന്നത്. അദ്ദേഹം തിരക്കുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ മാറ്റിയോ എന്നുള്ളതൊന്നും ഒഫീഷ്യലായിട്ട് റിപ്പോർട്ടും വന്നിട്ടില്ല. മേ ബി ഫേക്ക് ആവാം. എന്തായാലും നമുക്ക് നോക്കാം. കാട്ടാൻ എന്ന ചിത്രത്തിൽ നമ്മുടെ ജഗദീഷിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ ജോർജ് പീറ്ററിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു മാർക്കോ കാട്ടാൻ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കോ എന്ന സിനിമയുടെ ഏറ്റവും അവസാനം ഒരു ടൈലൻഡിൽ വരുന്ന ഒരു പോർഷനിൽ ഈ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൺഫേം ആണ് കാട്ടാൻ എന്ന സിനിമയെ മാർക്കോ വരെ യൂണിവേഴ്സിലാണ്. കഥയൊക്കെ ഏത് രീതിയിലായിരിക്കും നടക്കണമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാട്ടാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയസൂര്യയുടെ ഓപ്പറേഷൻ ട്രാൽ എന്ന ചിത്രത്തിൻ്റെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ഗ്ലിംസ് അറിയിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്ത അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.